In this video, we are discussing about the second law of thermodynamics. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എന്താണ് കണ്ടത്? ആ ലോ പറയുന്നത് the total energy of the universe is constant. അപ്പോൾ എന്തായിരുന്നു ലോ? Energy neither be created nor destroyed, but it can convert from one form to another. അപ്പോൾ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഉള്ള എനർജി അതൊരു കോൺസ്റ്റന്റ് ആണ്. ഒരിക്കലും നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ല, അതുപോലെ നശിപ്പിക്കാനും കഴിയില്ല. ഒരു ഫോമിലുള്ള എനർജി മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ എനർജി ഓഫ് ദി യൂണിവേഴ്സ് ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഫെയിൽസ് ടു ടെൽ ആസ് ദി എക്സ്റ്റെന്റ് ടു വിച്ച് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു അനദർ. ഒരു ഫോം എനർജി മറ്റൊരു ഫോമിലേക്ക് എത്രമാത്രം മാറ്റാൻ കഴിയും, അത് കൃത്യമായി പറയാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് കഴിഞ്ഞില്ല. രണ്ടാമത്, ഇറ്റ് ഡസ് നോട്ട് ടെൽ അസ് എനിത്തിങ് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് എ പ്രോസസ്. ഒരു പ്രോസസ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് കഴിഞ്ഞില്ല. അതുപോലെ ഇറ്റ് കനോട്ട് പ്രെഡിക്ട് ദ ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്. ഒരു പ്രോസസ് നടക്കുമോ ഇല്ലയോ, ഫീസിബിലിറ്റി മീൻസ് പോസിബിലിറ്റി, ആ ഫീസിബിലിറ്റി പറയാൻ വേണ്ടിയും ഈ ഫസ്റ്റ് ലോയ്ക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് റൂൾ ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് എ 100% എഫിഷ്യന്റ് ഹീറ്റ് എഞ്ചിൻ വിച്ച് ഈസ് ഇൻ ഫാക്ട് ഇംപോസിബിൾ. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും അത് സാധ്യമല്ല. 100% നമ്മൾ കൊടുക്കുന്ന എനർജി 100% വർക്കായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലേക്ക് മാറ്റാൻ കഴിയുന്ന, മറ്റ് എനർജിയായി മാറ്റാൻ കഴിയുന്ന ഒരു എഞ്ചിനെ കുറിച്ച് അത് പോസിബിൾ ആണ് എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നത്. പക്ഷെ നമുക്കറിയാം റിയാലിറ്റിയിൽ അത് പോസിബിൾ അല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പൊ നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് വരാം. അവിടെ രണ്ട് ഡെഫിനേഷൻ ആണ് വരുന്നത്. ഒന്ന് ഡെഫിനേഷൻ ബൈ ക്ലോഷ്യസ്. എന്താണ് ഈ ഡെഫിനേഷൻ പറയുന്നത്? There is no thermodynamic transformations whose sole effect is to deliver heat from a reservoir of lower temperature to a reservoir of higher temperature. അതിന്റെ സമ്മറി എന്താണ്? Heat cannot flow itself from colder body to a hotter body. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഒരിക്കലും നമ്മൾ ടെമ്പറേച്ചർ ഒരു കോൾഡർ ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്ക് ഒരു ഫിസിക്കൽ എയ്ഡ് ഇല്ലാതെ തനിയെ നടക്കില്ല, തനിയെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. സോ ദർ ഇസ് നോ തെർമോഡൈനാമിക് ട്രാൻസ്ഫോർമേഷൻസ്. അങ്ങനെ ഒരു തെർമോഡൈനാമിക് ട്രാൻസ്ഫോർമേഷൻ ഇല്ല. ഹൂസ് സോൾ എഫക്ട് ഈസ് ടു ഡെലിവർ ഹീറ്റ് ഫ്രം എ റിസർവോയർ ഓഫ് ലോവർ ടെമ്പറേച്ചർ ടു എ റിസർവോയർ ഓഫ് ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ നിന്നും ഹയർ ടെമ്പറേച്ചറിലേക്ക് തനിയെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു തെർമോഡൈനാമിക് പ്രോസസ് അല്ലെങ്കിൽ ഫോർമേഷൻ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല. അതുപോലെ കെൽവിൻ ഒരു ഡെഫിനേഷൻ കൂടെ പറഞ്ഞു. ദർ ഇസ് നോ തെർമോഡൈനാമിക് ട്രാൻസ്ഫോർമേഷൻ ഹൂസ് സോൾ എഫക്ട് ഈസ് ടു എക്സ്ട്രാക്ട് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് കൺവേർട്ട് ഇറ്റ് എൻറ്റയർലി ടു വർക്ക്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിലും എന്താണ് പറഞ്ഞിരിക്കുന്നത്? കെൽവിൻ പറഞ്ഞിരിക്കുന്നത് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിലും നമ്മൾ കൊടുക്കുന്ന എനർജി, അത് ഹീറ്റ് ആവട്ടെ മറ്റെന്തും ആവട്ടെ, അത് മുഴുവനായിട്ട് തന്നെ വർക്കായിട്ട് 100% നമ്മൾ കൊടുക്കുന്ന എനർജിയും ഹീറ്റോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള എനർജി വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു എഞ്ചിനും ഇല്ല. നോ ഡിവൈസ് ക്യാൻ കൺവേർട്ട് 100% ഹീറ്റ് ഇൻ ടു വർക്ക്. ഒരു ഡിവൈസിനും 100% ഹീറ്റിനെ വർക്കായിട്ട് ചെയ്യാൻ കഴിയില്ല. നോക്കൂ, ഇവിടെ ആ ലോ ഒന്നുകൂടെ പറഞ്ഞ ഫസ്റ്റ് ലോ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, മീൻസ് സെക്കൻഡ് ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നു വാട്ടർ ഫ്ലോസ് സ്പോണ്ടേനിയസ്ലി ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ. അത് പോസിബിൾ ആണ്. പക്ഷേ ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് ഒരിക്കലും വെള്ളം ഒഴുകില്ല. ഒരു എക്സ്റ്റേണൽ എയ്ഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴുകും, പക്ഷേ തനിയെ ഒരിക്കലും അതിന് ഒഴുകാൻ കഴിയില്ല. അതുപോലെ നോക്കൂ, ചായയിൽ നിന്നും ഈ ചൂട് ചായയിൽ നിന്നും ഹീറ്റിന് വേണമെങ്കിൽ കൂൾ പാർട്ടിലേക്ക് പോവാം, എയറിലേക്ക് പോവാം. പക്ഷെ എയറിൽ നിന്നും താരതമ്യേന ചൂട് കുറഞ്ഞ എയറിൽ നിന്നും ഒരിക്കലും ചൂടിന് ഈ നല്ല ഹോട്ട് ആയിട്ടുള്ള ചായയിലേക്ക് വരാൻ കഴിയില്ല. സോ അതാണ് ഒരെണ്ണം റൈറ്റും ഒരെണ്ണം റോങ്ങും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന കെമിക്കൽ എനർജി 100% വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല.
കുറച്ച് എമൗണ്ട് ഹീറ്റ് എനർജി ആയിട്ട് അന്തരീക്ഷത്തിലേക്കും അതുപോലെ സറൗണ്ടിങ്സിലേക്ക് പോകുന്നു. ബാക്കി കുറഞ്ഞൊരു പെർസെൻറ്റേജ് മാത്രമാണ് വർക്ക് അല്ലെങ്കിൽ മോഷൻ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് ഡെഫിനിഷനാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അപ്പൊ എന്താണ് അത് സ്പോണ്ടേനിയസ് പ്രോസസ്? അപ്പൊ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രോസസ്സുകൾ, അതിൽ ഇപ്പം നമുക്കറിയാം നമുക്കൊരു എന്താ പറയാ, ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ അതിന് എയറിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു നേച്ചുറൽ ടെൻഡൻസി ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലെങ്കിലും ആ ഗ്യാസ് നേച്ചറിൽ എക്സ്പാൻഡ് ചെയ്തുകൊള്ളും, ഇല്ലേ? എക്സ്പാൻഡ് ചെയ്തോളും. അങ്ങനെ ഒരു നേച്ചുറൽ ടെൻഡൻസി കൊണ്ട് ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ, ഒരു പ്രോസസ്സ് നടക്കുന്നത് ഒരു നേച്ചുറൽ ടെൻഡൻസി കൊണ്ടാണ്. നമ്മൾ ആരും അതിന് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു നേച്ചുറൽ ടെൻഡൻസിയാണ്. ഇപ്പോൾ ഒരു കുട്ടി വളരുന്നത് ആ നേച്ചുറൽ ടെൻഡൻസി ഉണ്ട്, അല്ലേ? നേച്ചുറൽ ടെൻഡൻസി ഉണ്ട്. So a process that has a natural urge to take place by itself under a given set of conditions is called spontaneous process. So അതൊരു നേച്ചുറൽ ഡയറക്ഷനാണ് അവിടെ വരുന്നത്. നമ്മളവിടെ എഫക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. എക്സാമ്പിൾ, എ ഗ്യാസ് എക്സ്പാൻഡ്സ് spontaneously into a region of low pressure to a reservoir. Reverse process never occur on it. A reverse process never occurs on its own. അപ്പൊ നമുക്കറിയാം, ഒരു ഗ്യാസ് ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്ക് ഒഴുകാം. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. പക്ഷെ തിരിച്ച് ഒരു ലോ പ്രഷർ ഭാഗത്തു നിന്നും ഹൈ പ്രഷറിലേക്ക് ഒഴുകുക എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ വേയിൽ നടക്കുകയില്ല. ഇഫ് എ മെറ്റൽ ബാർ ഈസ് ഹോട്ട്, അല്ലെ, ഒരു മെറ്റൽ ബാർ നല്ല ചൂടാക്കിയിരിക്കുകയാണ്, അത് കുറെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തണുത്തോളും, അല്ലെ? അത് നാച്ചുറൽ പ്രോസസ്സാണ്. ഇഫ് എ മെറ്റൽ ബാർ ഈസ് ഹോട്ട് അറ്റ് വൺ എൻഡ് ആൻഡ് കോൾഡ് അറ്റ് ദ അതർ. അപ്പോൾ ഒരു ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസിന്റെ ഒരു എൻഡ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ആ ചൂടിന് അതിന്റെ കോൾഡർ പാർട്ടിലേക്ക് പ്രവഹിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഹീറ്റ് ഈസ് കണ്ടക്റ്റഡ് സ്പോണ്ടേനിയസ്ലി ഫ്രം ദ ഹോട്ടർ ടു ദ കോൾഡർ എൻഡ്. ഹീറ്റ് ഫ്ലോ ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ഡസ് നോട്ട് ഓക്കർ. നമുക്കറിയാം, കോൾഡിൽ നിന്നും ഹോട്ട് ഭാഗത്തേക്ക് ഹീറ്റ് ഒരിക്കലും പ്രവഹിക്കില്ല, മറിച്ച് ഒരു ഹോട്ട് ഭാഗത്തിൽ നിന്നും കോൾഡ് ഭാഗത്തേക്ക് ഹീറ്റ് പ്രവഹിക്കും. അതൊരു നാച്ചുറൽ ടെൻഡൻസിയാണ്. When a concentrated solution of a solute is brought into contact with the dilute solution of it, there is a net diffusion of the solute from the former to the latter, not in the other direction. അപ്പോൾ നമ്മൾ ഒരു ഹൈ കോൺസെൻട്രേറ്റഡ് ഉപ്പുവെള്ളവും അതുപോലെ പച്ചവെള്ളവും ഒരു സെമി പെർമനന്റ് മെമ്പറൈൻ കൊണ്ട് വേർതിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഹൈ കോൺസെൻട്രേറ്റഡ് സാൾട്ടിൽ നിന്നും പച്ചവെള്ളത്തിലേക്ക്, ഉപ്പ് ഒട്ടുമില്ലാത്ത പച്ചവെള്ളത്തിലേക്ക് ഉപ്പ് പ്രവഹിക്കുന്നത് കാണാൻ കഴിയും. തിരിച്ചൊരിക്കലും സാധ്യമല്ല. അങ്ങനെ ഇക്വിലിബ്രിയം ആവുകയാണ് ചെയ്യുന്നത്. രണ്ടിലും ഉപ്പ് ഒരുപോലെ ആവുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തോളും. അപ്പോൾ ഒരു ഹൈ കോൺസെൻട്രേഷൻ നിന്നും ലോ കോൺസെൻട്രേഷനിലേക്ക് വസ്തുക്കൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് പ്രവഹിക്കാറുണ്ട്. പക്ഷെ ഒരു ലോ കോൺസെൻട്രേഷൻ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക്. അപ്പോൾ അതിനുള്ള ചില എക്സാമ്പിൾസ് ആണ്. സോ ഒരു ഗ്യാസ് നമ്മളൊരു ബൾബിൽ എടുത്തിരിക്കുകയാണ്, ഒരു കണക്ഷൻ ബൾബിൽ എടുത്തിരിക്കുകയാണ്. സോ നമ്മൾ എന്താ ചെയ്യാം, ആ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഗ്യാസ് മോളിക്യൂൾസ് പാസ് ചെയ്യുന്നു. അവസാനം രണ്ട് റിസർവോയറിലെയും പ്രഷറുകൾ സെയിം ആവുന്നവരെ അത് തുടരും. അപ്പൊ സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്താണെന്ന് മനസ്സിലായി, നോൺ സ്പോണ്ടേനിയസ്. അപ്പൊ തിരിച്ച് സംഭവിക്കുകയാണെങ്കിൽ അതേ നമുക്ക് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയാം. അപ്പോൾ മലയുടെ മുകളിൽ കല്ല് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ അത് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ആ കല്ല് ഓട്ടോമാറ്റിക്കായിട്ട് മലയുടെ മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിലോ, ദാറ്റ് ഇസ് നോൺ സ്പോണ്ടേനിയസ്. ഓക്കെ, നോൺ സ്പോണ്ടേനിയസ്. ഒരു ആണി തുരുമ്പ് പിടിക്കുന്നത് അത് സ്പോണ്ടേനിയസ് ആണ്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതങ്ങ് ഓട്ടോമാറ്റിക്കലി തുരുമ്പ് പിടിച്ചോളും. പക്ഷേ ആ തുരുമ്പ് പിടിച്ച ആണി വീണ്ടും പഴയ പോലെ നല്ല ഷൈനിങ് ആയിട്ട് തുരുമ്പ് ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ അതൊരിക്കലും സാധ്യമല്ലെന്ന് നമുക്കറിയാം. അതിനെ പറയുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ്. ഒരു ചെറിയ ഡെഫിനിഷൻ വായിച്ചേക്കാം. The inherent urge of a process to take place by itself under a given set of conditions without the assistance of an external agency is called spontaneity or feasibility of the process. Whether a process will be spontaneous or not is determined by the resultant of the following two tendencies. അപ്പോൾ താഴെ പറയുന്ന രണ്ട് ടെൻഡൻസികളാണ് അത് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണത്?
ഒന്നാമത്തത് ടെൻഡൻസി ഓഫ് ദ സിസ്റ്റം ടു അക്വയർ എ സ്റ്റേറ്റ് ഓഫ് മിനിമം എനർജി. അപ്പോൾ ഒരു സിസ്റ്റത്തിന്, ഹൈ എനർജി ഉള്ള ഒരു സിസ്റ്റത്തിന് മിനിമം എനർജി ആവാനുള്ള ഒരു സാധ്യത, ഒരു താല്പര്യം, ഒരു 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 ടെൻഡൻസി. അതുപോലെ ടെൻഡൻസി ഓഫ് ദി സിസ്റ്റം ടു അക്വയർ എ സ്റ്റേറ്റ് ഓഫ് മാക്സിമം ഡിസോർഡർ. ഒരു സിസ്റ്റത്തിന്, നമ്മൾ വളരെ ഓർഡറുള്ള ഒരു സിസ്റ്റത്തിന് മാക്സിമം ഡിസോർഡറിലാവാനുള്ള ടെൻഡൻസി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് സ്പോണ്ടേനിറ്റിയെ തീരുമാനിക്കുന്നത്. ഏതൊക്കെയാണ്? ടെൻഡൻസി ഓഫ് ദി സിസ്റ്റം ടു അക്വയർ എ സ്റ്റേറ്റ് ഓഫ് മിനിമം എനർജി. അപ്പൊ മിനിമം എനർജി ആവുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും, അത് സ്റ്റേബിൾ ആയിരിക്കാം, മീൻസ് സ്റ്റെബിലിറ്റി എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ ടെൻഡൻസി ഓഫ് ദി സിസ്റ്റം ടു അക്വയർ എ സ്റ്റേറ്റ് ഓഫ് മാക്സിമം ഡിസോർഡർ. മാക്സിമം ഡിസോർഡർ എന്ത് തന്നെയാണ്? സ്റ്റെബിലിറ്റിയാണ്, അല്ലെ? സ്റ്റെബിലിറ്റിയാണ്. അപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ അസംബ്ലി നിന്നിട്ടല്ലേ, ആ അസംബ്ലി നിൽക്കുക പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ലൈനിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കുന്നു, ഒരു ഹൈലി ഓർഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഭയങ്കര അൺസ്റ്റേബിൾ ആണ് ആ സമയത്ത്. മറിച്ച് അസംബ്ലി ഡിസ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നു, ക്ലാസ്സുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കണ്ടീഷൻ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ പരമാവധി ഡിസോർഡർ ആണ് അവിടെ വരുന്നത്. ആ ഡിസോർഡർ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഒരു ഓർഡറിൽ നമ്മൾ സിസ്റ്റമാറ്റിക് വളരെ ഓർഡറിലാണ് ജീവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ മിക്കവാറും നമ്മൾ അൺസ്റ്റേബിൾ ആവുന്നു. വളരെ ഡിസോർഡറിൽ ജീവിക്കാൻ ചില ആളുകൾ വളരെയധികം സാറ്റിസ്ഫൈ ആവാറുണ്ട്. So anyway, these two tendencies will decide whether the process is spontaneous or not. Okay. The resultant of the above two tendencies is called driving force. ഈ രണ്ട് ടെൻഡൻസി, ഒന്ന് മിനിമം എനർജി അക്വയർ ചെയ്യാനും മറ്റൊന്ന് മാക്സിമം ഡിസോർഡർ അക്വയർ ചെയ്യാനും ഉള്ള ഈ പ്രോസസ്സിന്, ഈ ടെൻഡൻസിയെ നമ്മൾ പറയുന്ന പേരാണ് ഡ്രൈവിംഗ് ഫോഴ്സ്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? നമുക്ക് അങ്ങനെ എത്താനുള്ള ഒരു ആഗ്രഹം, അല്ലെ? ഒരു പ്രത്യേക എയിമിലേക്ക് എത്താനുള്ള ഒരു ഫോഴ്സ്, മൈൻഡിൽ നിന്നുള്ള ഒരു പവർ, driving force of the process. The process is spontaneous or feasible if its driving force is positive. അപ്പോൾ വളരെ വലിയ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഡൻസി എന്ത് തന്നെ ആയിരിക്കും? അത് സ്പോണ്ടേനിയസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ കുന്നിന് മുകളിൽ ഒരു വലിയ കല്ല് കൊണ്ടുവന്ന് വെച്ചാൽ അത് നമുക്കറിയാം, അതിനവിടെ നിൽക്കാനുള്ള ഒരു ഇഷ്ടമില്ല. അത് എപ്പോഴും ഉരുണ്ട് താഴെ വന്ന് സമതലത്തിൽ വന്ന് നിൽക്കാനായിരിക്കും ടെൻഡൻസി. സോ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. അടുത്ത്, a non-spontaneous process is one that has no natural urge to take place by itself and thus can be made to occur only if work is supplied from outside the system. അപ്പോൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണ്? അവിടെ ഒരു നാച്ചുറൽ ടെൻഡൻസി ഇല്ല. ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസിയായി നിന്നുകൊണ്ട് എനർജി അല്ലെങ്കിൽ വർക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യാണ്, നിറയെ നമ്മുടെ റൂമിൽ നിറയെ പരന്ന് കിടക്കുകയാണ്, ക്ലീൻ ചെയ്യുക, അത് ക്ലീൻ ചെയ്യണം. ആ പരന്ന് കിടക്കുന്ന ഡേർട്ടിന് എവിടെയെങ്കിലും ഒരു കൊട്ടയിൽ കയറിയിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടോ? ഇല്ല. നമ്മൾ വർക്ക് ചെയ്യുന്നത് അതെല്ലാം അടിച്ചു വാരി കളക്ട് ചെയ്ത് ഒരു കൊട്ടയിൽ കൊണ്ടുവരണം. അതെന്താണ്? നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് എന്തായിരിക്കും? അത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും. അതുപോലെ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഒരു മെഷറബിൾ ആയിട്ടുള്ള റേറ്റ് ഉണ്ടായിരിക്കും. വളരെ സ്ലോ ആയിരിക്കില്ല, അതൊരു മെഷറബിൾ ആയിട്ടുള്ള റേറ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള ടേം എൻട്രോപ്പിയാണ്. എന്താണ് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻട്രോപ്പി മീൻസ് എന്താണ്? സിമ്പിൾ ഡെഫിനിഷൻ, ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിസോർഡർ, അല്ലെ? ഡിസോർഡർ ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഓർഡറിൽ, അല്ലെ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ എൻട്രോപ്പി കുറവാന്നാണ് പറയാം. പക്ഷെ നമ്മൾ വളരെ എന്താ പറയുക, ഡിസോർഡർ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ അസംബ്ലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, അസംബ്ലിക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഓർഡറിലാണ്, ലെസ് എൻട്രോപ്പിയാണ്. എന്നാൽ നമ്മൾ ഡിസ്പേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, തോന്നിയ പോലെ നമുക്ക് ഓടിക്കളിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും. സോ ദാറ്റ് ഇസ് കാൾഡ് എൻട്രോപ്പി മാക്സിമം. So entropy is a measure of disorder. Also, if maximum entropy means maximum stability. സാധാരണ അത് ഡിനോട്ട് ചെയ്യുന്നത് എസ് എന്നുള്ള ഒരു ടേം കൊണ്ടാണ്. സോ എൻട്രോപ്പി ഈസ് ആൻ എക്സ്റ്റെൻസീവ് വേരിയബിൾ ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഡിഫറൻസസ് ബൈ ദ റിലേഷൻഷിപ്പ്. സോ ഇവിടെ അതിനൊരു റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. DS means difference in entropy. So initially one person has some entropy and after sometimes his entropy changed. So there is a difference in entropy. DS is equal to dq reversible divided by T.
So our heat change, heat change divided by its temperature, where ds is the entropy change that occurs when a system undergoes an infinitesimally small change of state at T Kelvin, and dq reverse is the infinitesimally small quantity of heat absorbed reversibly by it during the process. സോ അത് ആ പ്രോസസ് സമയത്ത് അതിന്റെ ഇനീഷ്യൽ ഒരു എൻട്രോപ്പി ഉണ്ടായിരുന്നു, അത് കുറെ കഴിഞ്ഞപ്പോൾ തന്നെ എൻട്രോപ്പി ചേഞ്ച് ചെയ്തു. ആ സമയത്ത് അത് അക്വയർ ചെയ്ത വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ പറയുന്ന പേരാണ് ഡി ക്യു റിവേഴ്സിബിൾ, ആൻഡ് ദാറ്റ്സ് ചേഞ്ച് ഒക്കേർഡ് അറ്റ് എ സ്റ്റേറ്റ് ഓഫ് ടെമ്പറേച്ചർ കാൾഡ് ടി കെൽവിൻ. Okay, although it is difficult to assign an absolute definition to the term entropy in terms of its physical significance, we may describe it as follows. So നമുക്ക് എന്ത് പറയാം, entropy is a property which is a measure of disorder. But ഡിസോർഡറിന്റെ മെഷർമെന്റ് ആണ്, റാൻഡംനെസിന്റെ മെഷർമെന്റ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിലെ റാൻഡംനെസ് ആണ് നമ്മൾ പറയുന്നത്. The greater the disorder, the greater the entropy and greater the stability. Stability വളരെ കൂടുതലായിരിക്കും. ഗ്രേറ്റർ ഡിസോർഡർ, ഒരുപാട് ഡിസോർഡർ ആണെങ്കിൽ ഗ്രേറ്റർ ദ എൻട്രോപ്പി ദ ഡിസോർഡർ. അപ്പം നമ്മുടെ മുന്നിലുള്ള 3 സ്റ്റേറ്റുകൾ, വസ്തുക്കളുടെ 3 അവസ്ഥ ഏതാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പൊ സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എല്ലാം തന്നെ വളരെ പെർഫെക്റ്റ്ലി ഓർഡറിൽ അറേഞ്ച് ചെയ്തതാണ് സോളിഡ് എന്ന് പറയുന്നത്. സോ ദേ കനോട്ട് മൂവ് ഈച്ച് അതർ, അല്ലെ? അപ്പൊ അങ്ങനെ കണ്ടീഷനിൽ അവിടെ ഓർഡറിലാണ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്യുന്നത്. സോ ദ എൻട്രോപ്പി ഈസ് വെരി ലെസ് ഇൻ ദ കേസ് ഓഫ് എ സോളിഡ്. ബട്ട് ലിക്വിഡ് ക്യാൻ മൂവ്, അല്ലെ? എന്നാലും അതിന് ലിമിറ്റേഷൻ ഉണ്ട്. സോ ദ എൻട്രോപ്പി ഓഫ് എ ലിക്വിഡ് ഈസ് മച്ച് മോർ ദാൻ സോളിഡ്. പക്ഷെ ഗ്യാസിന്റെ കേസ് ആണെങ്കിലോ അതിന് വളരെ വലിയ മൂവിങ് ഫ്രീഡം ഉണ്ട്, അതിന് ഡിസോർഡർ വളരെ കൂടുതലാണ്. സോ ദ എൻട്രോപ്പി ഓഫ് എ ഗ്യാസ് ഈസ് ഹൈ, അല്ലെ? വളരെ ഹൈ ആണ്. എൻട്രോപ്പി എസ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. നമുക്കറിയാം അത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഡിറ്റർമിൻ ദ സ്റ്റേറ്റ്, മീൻസ് ഇറ്റ് അറൈസസ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. So the entropy change from a state 1 to a state 2 is independent of the path followed and is given by delta S is equal to S2 minus S1. അതിന്റെ പാത്തിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനിഷ്യലി അതിന് എന്ത് ഡിസോർഡർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫൈനലി അതിന് എന്ത് ഡിസോർഡർ ഉണ്ട്, നമ്മൾ ആ ഒരു 2 ഫാക്ടർ മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. സോ ദ ഡിഫറൻസ് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു S2 minus S1. If a reversible path is followed in a process, അപ്പോൾ റിവേഴ്സിബിളും നോൺ റിവേഴ്സിബിളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. സോ ഡെൽറ്റ എസ് ഇസ് ഇക്വൽ ടു S2 minus S1, ദാറ്റ് ഇസ് ഇക്വൽ ടു ഇന്റഗ്രൽ 1 to 2 dq റിവേഴ്സിബിൾ ബൈ ടി. അപ്പൊ റിവേഴ്സിബിൾ പ്രോസസ് ആകുമ്പോൾ നമുക്കറിയാം വളരെ ഒരുപാട് കുഞ്ഞു പ്രോസസ്സുകളിലൂടെയാണ്, അല്ലെ? ചെറിയ ചെറിയ പ്രോസസ്സുകൾ, ഒരു വലിയ കോണിക്കുണ്ടാകുന്ന കുഞ്ഞു സ്റ്റെപ്പുകൾ പോലെ ഒരുപാട് റിവേഴ്സിബിൾ പ്രോസസ്സുകളുടെ ഒരു കൂട്ടമാണ് ഒരു വലിയ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ അപ്പൊ അതിന് ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഉള്ള എൻട്രോപ്പി ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ആ ഭാഗത്തുള്ള ഇനീഷ്യൽ ആൻഡ് ഫൈനൽ, പിന്നെ ഫൈനൽ പിന്നെ ഇനീഷ്യലായി മാറും. സെക്കൻഡ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി, അങ്ങനെ ഓരോ സ്ഥലത്തും ഫൈനൽ ഇനീഷ്യലായി മാറിക്കൊണ്ട് ഒരുപാട് എൻട്രോപ്പികളുടെ ഒരു കൂട്ടമാണ്. സോ ഡെൽറ്റ എസ് ഇസ് ഇക്വൽ ടു S2 minus S1. എന്നാൽ ഫൈനൽ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യലി ഒരു നമ്മൾ സ്റ്റെപ്പ് മുകളിൽ നിന്ന് ഇറങ്ങുന്നു, താഴെ എത്തുന്നു. അപ്പോൾ അവിടെ ഒരു സമ്മേഷൻ ഉണ്ട്, കാരണം ഒരുപാട് കുഞ്ഞു സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഓരോ സ്റ്റെപ്പിലും ഓരോ എൻട്രോപ്പി ചേഞ്ച് ഉണ്ട്, അല്ലെ? ഓരോ എൻട്രോപ്പി ചേഞ്ച്. സോ നമുക്ക് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കിട്ടണമെങ്കിൽ സമ്മേഷൻ വേണം, അല്ലെ? സമ്മേഷൻ വേണ്ടേ? അപ്പൊ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഒരാള് സ്റ്റെപ്പ് ഇറങ്ങുകയാണ്, ഒരു 10 സ്റ്റെപ്പ് ഉണ്ട്, ആ ഒരു കോണിന്ന് 10 സ്റ്റെപ്പ് ഉണ്ട്. മുകളിലത്തെ ഒരു സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി. അപ്പോൾ അയാൾ സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 0, അല്ലെ? 0 ആണ് അവിടെ ഡിസ്റ്റൻസ്. അവിടുന്ന് താഴത്തേക്കുള്ള ലെങ്ത് അളന്നാൽ മതി. പക്ഷെ നേരിട്ട് അളക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ സ്റ്റെപ്പിന്റെയും ലെങ്ത് കൂട്ടി കൊണ്ടുവരുമ്പോൾ നമുക്ക് ആകെയുള്ള ലെങ്ത് കിട്ടും. അപ്പൊ അതൊരു സമ്മേഷൻ ആണ്, അല്ലെ? ഓരോ സ്റ്റെപ്പിന്റെ ലെങ്ത്തും കൂട്ടുമ്പോൾ ടോട്ടൽ ലെങ്ത് നമ്മൾ എത്ര ലെങ്ത് ഇറങ്ങി എന്ന് മനസ്സിലാവും. നമ്മളിപ്പോ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ റണ്ണിങ് ഫീറ്റ് എന്നാ പറയാറ്. റണ്ണിങ് മീറ്റർ, റണ്ണിങ് ഫീറ്റ്. അപ്പൊ മടക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. മടക്കും
മടങ്ങിയ ഭാഗങ്ങൾ, സ്റ്റെപ്പിന്റെ മടങ്ങിയ ഭാഗമൊക്കെ യൂസ് ചെയ്തിട്ട് പറയുന്നത് റണ്ണിങ് ഫീറ്റ് എന്ന് പറയാറുണ്ട്. For any finite change taking place at a constant temperature Tk, the equation can be rewritten into delta S is equal to Q reversible by T. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് ഡെൽറ്റ എസിന്റെ എൻട്രോപ്പി ചേഞ്ചിന്റെ എന്താ പറയാ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ഇക്വൽ ടു Q reversible by temperature. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്താണ്? സോ യു ക്യാൻ സീ ദ യൂണിറ്റ്, എൻട്രോപ്പി യൂണിറ്റ് EU, യൂണിറ്റ് ജൂൾ, ജൂൾ കെൽവിൻ ഇൻവേഴ്സ്, ജൂൾ കെൽവിൻ ഇൻവേഴ്സ്. സോ അല്ലേ, അടുത്തത് എൻട്രോപ്പി ക്രൈറ്റീരിയ ഫോർ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ റിവേഴ്സിബിൾ അതുപോലെ ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ എൻട്രോപ്പി ക്രൈറ്റീരിയ എന്താണെന്ന് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ യൂണിവേഴ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സ് ഈസ് എ സിസ്റ്റം ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ്. അപ്പൊ അതിൽ ഒരു സിസ്റ്റം, യൂണിവേഴ്സിൽ നമ്മളൊരു സിസ്റ്റം പറയുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു സറൗണ്ടിങ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ രണ്ടും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഐസൊലേറ്റ്. അപ്പൊ നമ്മൾ യൂണിവേഴ്സ് തന്നെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം തന്നെയാണ്, അറിയാലോ. നമ്മുടെ യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ആ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ സിസ്റ്റം അതിന്റെ സറൗണ്ടിങ്സ് മാത്രമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തെ നമുക്ക് ഐസൊലേറ്റ്, മറ്റൊന്നുമായിട്ടും ഇന്ററാക്ട് ചെയ്യാത്തത് കൊണ്ട് അതിന്റെ മാത്രം സറൗണ്ടിങ്ങുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു വെള്ളത്തിൽ ഒരു വലിയ കല്ലെടുത്തിട്ടു, അല്ലെ, വെള്ളത്തിലൊരു കല്ലിട്ടു, കുളത്തിലേക്ക് ഒരു കല്ലിട്ടു. അപ്പൊ ആ കല്ല് അതിന്റെ ചുറ്റുപാടിലെ വെള്ളവുമായിട്ടാണ് ടച്ച് വരുന്നത്, അല്ലെ, ആണല്ലോ. ആ കുളത്തിലെ മുഴുവൻ സർഫസിലെ വെള്ളവുമായിട്ട് ടച്ച് വരുന്നില്ല, അതിന്റെ സറൗണ്ടിങ്സിലെ വെള്ളവുമായി ടച്ച് ചെയ്യുന്നു. സോ ദാറ്റ്സ് വൈ ദാറ്റ് സ്റ്റോൺ ഈസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അത് വളരെ ആ വെള്ളത്തിൽ തന്നെ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണത്. അതിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് റിവേഴ്സൽ പ്രോസസ് ആണ്. അപ്പോൾ റിവേഴ്സൽ പ്രോസസ് എന്താണ്? ഇൻ എനി റിവേഴ്സൽ പ്രോസസ് ദ ഹീറ്റ് Q റിവേഴ്സിബിൾ ടേക്കൺ അപ്പ് ബൈ ദ സിസ്റ്റം ഈസ് സപ്ലൈഡ് ഇൻ എ റിവേഴ്സൽ മാനർ. അപ്പോൾ ഏത് റിവേഴ്സൽ പ്രോസസ്സിലും ഹീറ്റും റിവേഴ്സൽ മാനറിലായിരിക്കും. ഇപ്പോൾ പ്രോസസ് റിവേഴ്സിബിൾ അല്ലേ, അപ്പോൾ നമുക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് അതും റിവേഴ്സ് മാനറിലായിരിക്കും. ഓക്കെ, റിവേഴ്സിബിൾ മാനർ ബൈ എ ഹീറ്റ് റിസർവോയർ. അപ്പോൾ ഒരു ഹീറ്റ് റിസർവോയറിൽ അത് ടെമ്പറേച്ചർ കൊടുക്കാനും ടെമ്പറേച്ചർ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. മീൻസ് ഇറ്റ്സ് ഗോയിങ് ടു ദ സറൗണ്ടിങ്സ് ആൻഡ് ടു ദ സിസ്റ്റം, സിസ്റ്റം ടു സറൗണ്ടിങ്സ്, സറൗണ്ടിങ്സ് ടു സിസ്റ്റം. സപ്പോസ് എ പ്രോസസ് ടേക്സ് പ്ലേസ് ഐസോതെർമലി അറ്റ് T Kelvin. സപ്പോസ് അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സിസ്റ്റം ദാറ്റ് ഡെൽറ്റ എസ് സിസ്റ്റം ഇസ് ഇക്വൽ ടു Q റിവേഴ്സിബിൾ ബൈ T. അത് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ, ബിക്കോസ് ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റത്തിന് ഒരു ഇനീഷ്യൽ എൻട്രോപ്പി ഉണ്ട്, അത് ഫൈനൽ എൻട്രോപ്പിയിലേക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹീറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് അത് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഉള്ള അതിന്റെ ടെമ്പറേച്ചർ ഒരു സറൗണ്ടിങ്സ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സിസ്റ്റം ഇസ് ഇക്വൽ ടു Q റിവേഴ്സിബിൾ ബൈ T. സോ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സറൗണ്ടിങ്സ്, അപ്പോൾ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സിസ്റ്റം ഇസ് ഇക്വൽ ടു Q റിവേഴ്സിബിൾ ബൈ T. അതുപോലെ സറൗണ്ടിങ്സിന് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ഇസ് ഇക്വൽ ടു മൈനസ് Q റിവേഴ്സിബിൾ ബൈ T. അപ്പോൾ അതിന് കാരണം എന്താണ്? ഒരാൾക്ക് എൻട്രോപ്പി കിട്ടുമ്പോൾ മറ്റൊരാൾക്ക് എൻട്രോപ്പി ഇല്ലാതാവുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഹീറ്റ് ഒരു റിസർവോയറിൽ നിന്ന് മറ്റൊരു റിസർവോയറിലേക്ക് പോകുമ്പോൾ ഹീറ്റ് കൊടുക്കുന്ന ആൾക്ക് ഹീറ്റ് കുറയുന്നു, കിട്ടുന്ന ആൾക്ക് ഹീറ്റ് കൂടുന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയും ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയും. Hence the total entropy change for the system and surroundings together or the universe is given by. അപ്പോൾ ടോട്ടൽ സറൗണ്ടിങ്സിന്റെ ടോട്ടൽ the entropy of surroundings and system എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെ. ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെ, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് എൻട്രോപ്പി സറൗണ്ടിങ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അല്ലെ, ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ എങ്ങനെയാലും ഒരു സ്ഥലത്ത് നിന്ന് നഷ്ടപ്പെടുന്ന മറ്റേ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്, ആ ടോട്ടൽ സിസ്റ്റത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദീസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ യൂണിവേഴ്സിന് മൊത്തമായിട്ട് നോക്കുമ്പോൾ അതിന് എൻട്രോപ്പിക്ക് ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരിക്കില്ല. കാരണം നമുക്ക് വളരെ ചെറിയൊരു സിസ്റ്റം പറഞ്ഞാൽ പോലും, ആ യൂണിവേഴ്സിലെ ഏതെങ്കിലും മൂലയിലുള്ള ഒരു സിസ്റ്റം പറഞ്ഞാൽ പോലും അവിടെ ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത്, എൻട്രോപ്പി അവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ ആ യൂണിവേഴ്സിന്റെ മറ്റൊരു ഭാഗത്ത് ഉണ്ടായിരിക്കും അത്. അപ്പോൾ മൊത്തത്തിൽ യൂണിവേഴ്സ് പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരിക്കലും എൻട്രോപ്പി ചേഞ്ച് നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഡെൽറ്റ എസ് യൂണിവേഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ്. ഇപ്പം നമ്മൾ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു റൂമിൽ കുറേ അധികം ഓറഞ്ച് ഉണ്ട് വിചാരിച്ചോളൂ.
അപ്പോൾ അതാണ് നമ്മുടെ സിസ്റ്റം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ യൂണിവേഴ്സ്, ആ റൂമിനുള്ളിൽ നിന്നുള്ള ഓറഞ്ച്. അപ്പോൾ ഒരു കോർണറിൽ ഒരു 10 ഓറഞ്ച് ഉണ്ട്, ഞാൻ വേറൊരു കോർണറിൽ ഒരു 50 ഓറഞ്ച് ഉണ്ട്. അങ്ങനെ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാൻ ഒരു 50 ഓറഞ്ചിൽ നിന്ന് ഒരു 10 ഓറഞ്ച് ഇപ്പുറത്തെ മൂലയ്ക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ അവിടെ എൻട്രോപ്പി ചേഞ്ച് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ആ ഒരു റൂമിലുള്ള ഒരു മൂലയിൽ ഓറഞ്ചുകളുടെ എണ്ണം ചേഞ്ച് ചെയ്തു. പക്ഷേ അപ്പോഴും ആ റൂമിനുള്ളിലുള്ള ഓറഞ്ചുകളുടെ എണ്ണം എത്രയാണ്? 70 തന്നെയാണ് അല്ലെ. 50 + 20 70 തന്നെയാണ്. അത് മാറ്റം വന്നില്ല. ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് മാറി എങ്കിൽ പോലും എൻട്രോപ്പി ചേഞ്ച് ചെയ്തു. പക്ഷേ ടോട്ടൽ യൂണിവേഴ്സലിന്റെ എൻട്രോപ്പി നോക്കുമ്പോൾ മാറിയില്ല. അത് അവിടെ തന്നെ ഉണ്ട് അല്ലെ. ആ എൻട്രോപ്പിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. So in a reversal process, the entropy of the universe remains unaltered. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. In a reversal process, the entropy of the universe, entropy പറയാൻ അറിയാലോ, disorder. Entropy of the universe remains unaltered. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ ഇങ്ങനെ എന്താ പറയുക, ഗാലക്സികളൊക്കെ ഇങ്ങനെ അകന്നകന്ന് പോകുന്നുണ്ട്, എല്ലാം കറങ്ങുന്നുണ്ട്, തിരിയുന്നുണ്ട്, ഒക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാലും ടോട്ടൽ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്നും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മൾ അതിനെ ഇറിവേഴ്സൽ പ്രോസസ്സിലാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇവിടെ ഇറിവേഴ്സൽ പ്രോസസ് നോക്കുകയാണെങ്കിൽ, ഇൻ ഓർഡർ ടു കൺസിഡർ ദി എൻട്രോപ്പി ചേഞ്ച് ഇൻ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്, ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു ഹോട്ട് സബ്സ്റ്റൻസ്, സപ്പോസ് ഒരു ഹോട്ട് സബ്സ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിന്റെ ടെമ്പറേച്ചർ TH എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മളൊരു ഹോട്ട് ആയിട്ടുള്ള ഒരു മെറ്റാലിക് വസ്തു, അതിന്റെ ടെമ്പറേച്ചർ TH എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ അത് ആ ഹോട്ട് വസ്തു വെറുതെ വെച്ചിരുന്നാൽ വാട്ട് വിൽ ഹാപ്പൻ? ഹീറ്റ് വിൽ ലൂസ് ഫ്രം ദ ഹോട്ട് സബ്സ്റ്റൻസ് അല്ലെ. അതിന് ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് ലൂസ് ചെയ്യും. അപ്പൊ ആ സറൗണ്ടിങ്സിന്റെ ഹീറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് അതിന് TS എന്നിരിക്കട്ടെ. അപ്പൊ TS എന്നിരിക്കട്ടെ. അപ്പൊ TH എന്ന ഹോട്ട് വസ്തുവിന്റെ ടെമ്പറേച്ചർ, TS എന്ന സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഹോട്ട് വസ്തുവിന് വളരെ വലിയ ടെമ്പറേച്ചർ ഉണ്ട്, അതിന്ന് ഹീറ്റ് പതിയെ 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 സറൗണ്ടിങ്സിലേക്ക് മാറുന്നു. പക്ഷെ ഒരിക്കലും നമുക്കറിയാം, ആ ഹോട്ട് വസ്തു, നല്ല ഹോട്ടായിരിക്കുന്ന വസ്തു അത് തണുക്കുക മാത്രമേ ചെയ്യുള്ളൂ, തിരിച്ചൊരിക്കലും ആ ഹീറ്റ് അതിന്മേലേക്ക് തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ തിങ്ക് ചെയ്യാം എങ്ങനെ, ആ ഓരോ സമയത്തും, അതായത് ഹോട്ട് വസ്തുവിൽ നിന്ന് ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് പോകുന്നു, അതിന് വേണമെങ്കിൽ തിരിച്ചു വരാം കാരണം ഈ പ്രോസസ്സ് വളരെ സ്ലോ ആണ്, ഒന്നിച്ചങ്ങ് പോകുന്നില്ല. അപ്പൊ സ്ലോ ആയിട്ട് പോകുന്നതിന് ഒരു കാരണം എന്തായിരിക്കും? അതിന്ന് പോകുന്ന ഹീറ്റ് ഒരു എമൗണ്ട് സറൗണ്ടിങ്സ് എടുത്തിട്ട് കുറച്ച് എമൗണ്ട് തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നു, വീണ്ടും കുറെ എമൗണ്ട് സറൗണ്ടിങ്സ് എടുക്കുന്നു, കുറച്ച് എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നു, വീണ്ടും കുറെ അധികം എമൗണ്ട് സറൗണ്ടിങ്സ് എടുക്കുന്നു, വീണ്ടും കുറച്ച് എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഇത് സ്ലോ ആയിട്ട് കൂളാവുന്നത് അല്ലെ. ഈ ഇരുമ്പ് അല്ലെങ്കിൽ ഈ ഒരു ഹോട്ട് വസ്തു സ്ലോ ആയിട്ട് കൂൾ ചെയ്യാൻ കാരണം അവിടെ ഓരോ സമയവും റിവേഴ്സൽ പ്രോസസ് നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. The substance loses the heat reversibly and the surroundings gain the heat also reversibly. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. Let us therefore denote the quantity of heat exchanged as Q reversible. അപ്പോൾ നമുക്ക് Q reversible എന്നുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഹീറ്റ് എക്സ്ചേഞ്ച്ഡ് ആസ് Q reversible, നമുക്ക് അങ്ങനെ നോക്കാം. സോ എൻട്രോപ്പി ചേഞ്ച് ഇൻ ദ സിസ്റ്റം, അങ്ങനെ ആ സിസ്റ്റത്തിലെ എൻട്രോപ്പി ചേഞ്ച്, സിസ്റ്റത്തിന് എൻട്രോപ്പി ചേഞ്ച്, സിസ്റ്റത്തിന് എൻട്രോപ്പി എന്താ സംഭവിക്കുന്നത്? കുറയുന്നു അല്ലെ. സോ ഡെൽറ്റ എസ് സിസ്റ്റം ഇസ് ഈക്വൽ ടു മൈനസ് Q reversible by TH, and entropy change of the surroundings, delta S surroundings is equal to Q reversible by TS. Hence the total entropy change for the universe delta S universe is given by രണ്ടും കൂട്ടിയാ പോരെ അല്ലെ. delta S universe is equal to delta S system plus delta S surroundings. അപ്പൊ നമുക്ക് രണ്ടും കൂട്ടി കഴിഞ്ഞാലോ, അപ്പൊ മൈനസ് Q reversible by TH plus Q reversible by TS. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് രണ്ടും സറൗണ്ടിങ്സിനും സിസ്റ്റത്തിനും വ്യത്യസ്ത ടെമ്പറേച്ചർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ളത് റിവേഴ്സിബിൾ സിസ്റ്റത്തിൽ, ഇവിടെ രണ്ട് ടെമ്പറേച്ചറും വ്യത്യാസമാണ്. സോ നമുക്ക് Q റിവേഴ്സിബിൾ പുറത്തേക്ക് എടുക്കാം. Q റിവേഴ്സിബിൾ ഇനി ബ്രാക്കറ്റിനുള്ളിൽ എന്താണ്? 1/TS മൈനസ് 1/TH എന്ന് കിട്ടും. 1/TS മൈനസ് 1/TH. അപ്പോൾ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ എന്താ പറയാ, entropy change of universe is equal to Q reversible into 1/TS minus 1/TH. Since TH is greater than TS, it follows that delta S universe is positive. So delta S universe is equal to delta S system plus delta S surroundings is greater than 0.
അതൊക്കെ നിങ്ങൾ ആ ഒരു സെൻസിൽ നന്നായി ഇമാജിൻ ചെയ്താലേ ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ റിവേഴ്സിബിൾ പ്രോസസ്, ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസിങ്. അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നോക്കുമ്പോൾ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം യൂണിവേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സിന് ഹീറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗ്യാസ് മോളിക്യൂൾസ് ധാരാളം മീൻസ് അതിലുള്ള പദാർത്ഥങ്ങൾ ധാരാളം മൂവ് ചെയ്യുന്നു. സോ എൻട്രോപ്പി കൂടുന്നു എന്ന് വേണമെങ്കിൽ. ഓക്കെ, താങ്ക് യു.